ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ISL 11ാം സീസണിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോവുകയാണ്. രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 ഇപ്പോൾ ഒഫീഷ്യലായി പുറത്ത് വന്നിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് FC കളിച്ച ടീമിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു 11 ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ പോസ്റ്റിൽ മലയാളി താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വസ്തൻ സച്ചിൻ സുരേഷ്. ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ സന്ദീപ് സിംഗ്, പ്രീതം കോട്ടാൽ, മിലോസ് ഡ്രിൻസിച്ച്, നവോച്ച സിംഗ്. മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ വിപിൻ മോഹനൻ, അലക്സാണ്ടർ കോഫ്, ഡാനിഷ് ഫാറൂഖ് അടങ്ങുന്ന മധ്യനിരയും. മുന്നേറ്റത്തിൽ രാഹുൽ KP, നൊഹാസദ എന്നിവർ രണ്ട് വിങ്ങുകളായി ഇടം പിടിക്കുമ്പോൾ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കർ ജീസസ് ജിമിനസും ഇടം പിടിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നോറ ഫെർണാണ്ടസ്, ഹോർമിപ്പാം റോവ, മലയാളി താരം സാഹിഫ്, ഫ്രെഡി, ക്വാമി പെപ്ര, ഐമൻ, അസർ, യുഹംബ മിത്തൈ, ഐബാൻ ഡോഗ്ലിംഗ്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള രണ്ടാം റൗണ്ട് മത്സരത്തിനുള്ള പ്ലേയിങ് 11. സച്ചിൻ സുരേഷ്, സന്ദീപ്, പ്രീതം, മിലോസ്, നവോച്ച് അടങ്ങുന്ന ഡിഫൻസും, വിപിൻ മോഹനൻ, അലക്സാണ്ടർ കോഫ്, ഡാനിഷ് ഫറൂഖ് അടങ്ങുന്ന മിഡ്ഫീൽഡും, രാഹുൽ KP, നൊഹാസദ, ജീസസ് ജിമിനസ് അടങ്ങുന്ന മുന്നേറ്റ നിരയും. ആദ്യ മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അടങ്ങിയ ഒരു ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഡിഫൻസിലേക്ക് വരുവാണെങ്കിൽ മലയാളി താരം സഹീഫിന് പകരം നവോച്ച സിംഗും, മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ വിപിൻ മോഹനനും അതോടൊപ്പം തന്നെ ഡാനിഷ് ഫാറൂഖും ആദ്യമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പുതിയ സീസണിൽ. മുന്നേറ്റത്തിൽ രാഹുൽ KPക്കൊപ്പം നൊഹാസദയും ജീസസ് ജിമിനസും കളിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.